ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് മലയാള സിനിമകൾ പരിശോധിക്കാൻ നമുക്ക് വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെടെയായിട്ട്. അതിനുമുമ്പ് ഇല്ലാതെ ഇത് കാണുന്നതിനാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. എന്തായാലും മൊത്തം 7 സിനിമകളാണ് ഉൾപ്പെടുത്തിയത് ലിസ്റ്റിലായിട്ട്. എന്തായാലും 7ാം സ്ഥാനത്ത് നിന്ന് ആരംഭിക്കാം നമുക്ക്. 7ാം സ്ഥാനം ജയറാമേട്ടന്റെ കാളിദാസ് അഭിനയിച്ച നമ്മുടെ ആശകൾ 1000 എന്ന് പറഞ്ഞ ഫാമിലി ഡ്രാമ സിനിമയാണ്. ഫൈനലായിട്ട് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് വേൾഡ് വൈഡ് 11,60,00,000 കാണാൻ സാധിച്ചത്. സിനിമ ഒരു അട്ടർ ഫ്ലോപ്പായി മാറുകയായിരുന്നു ബോക്സ് ഓഫീസിൽ. എന്തായാലും പടം നിലവിൽ ZEE5 സ്ട്രീമിംഗ് ചെയ്യുന്ന നല്ല പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് കാണാൻ സാധിക്കുന്ന OTT റിലീസിന് ശേഷം. 6ാം സ്ഥാനം പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമയാണ്. നിലവിൽ സിനിമയ്ക്ക് 15 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 5ാം സ്ഥാനം പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമയാണ്. നിലവിലെ സിനിമയ്ക്ക് 22,08,00,000 ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ മോഹിനിയാട്ടം എന്ന സിനിമ പ്രകമ്പനം സിനിമേന്റെ കളക്ഷൻ മറികടന്നിട്ടുണ്ട് ഫൈനൽ വേൾഡ് വൈഡ്. പ്രകമ്പനം സിനിമ ആണെങ്കിലും നല്ലൊരു ഹിറ്റാണ് സിനിമ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. സിനിമ നിലവിൽ ZEE5 സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ സിനിമയ്ക്ക് 11 ദിവസം കൊണ്ട് നിലവിലെ സിനിമയ്ക്ക് 25 കോടിന് മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും 4ാം സ്ഥാനം നമ്മുടെ പ്രകമ്പനം സിനിമയുടെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ മോഹിനിയാട്ടം സിനിമ നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 25 കോടിനടുത്താണ് നിലവിലെ സിനിമ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കളക്ഷൻ എന്തായാലും നമ്മുടെ മോഹിനിയാട്ടം സിനിമയെ കൺഫ്യൂസ് ചെയ്യപ്പെടുക. 3ാം സ്ഥാനം വേറെ ആരുമല്ല, നമ്മുടെ ചത്താപ്പാച്ച സിനിമയാണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമയ്ക്ക് 33,64,00,000. സിനിമയും ഹിറ്റാണ്. പക്ഷെ നല്ലൊരു ബോക്സ് ഓഫീസിലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള ഹൈ ചാൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ സിനിമയായിരുന്നു പാൻ ഇന്ത്യൻ റിലീസിന് വന്ന ചത്താപ്പാച്ച എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ സിനിമ ഒരു പരിധിവരെ നല്ലൊരു ബോക്സ് ഓഫീസ് പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്തായാലും സിനിമയ്ക്ക് ഫൈനലായിട്ട് 33,64,00,000 കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമയാണ് ആട് 3 എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ സിനിമയ്ക്ക് 33 ദിവസം കൊണ്ട് 123 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ ഫൈനലായിട്ട് കാണാൻ സാധിക്കും. സിനിമ ഇപ്പോഴും നിലവിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ പോയാലും സിനിമയ്ക്ക് ഫൈനലായിട്ട് ഒരു 125 കോടി വരെ പോയാൽ വലിയ കാര്യമാണ്. എന്തായാലും ആട് 3 സിനിമയുണ്ട്. എന്തായാലും പടത്തിൻ്റെ OTT അപ്ഡേറ്റ് ഒക്കെ വരും ദിവസങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഏപ്രിൽ 28 അല്ലെങ്കിൽ മെയ് 1, മെയ് 14, 15 തീയതിയാണ് കേൾക്കാൻ സാധിക്കും. ZEE5 ആണ് പടത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. 1ാം സ്ഥാനം നമ്മുടെ ഹാഷിറും പിള്ളേരും അങ്ങ് തൂക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ. ഓൾമോസ്റ്റ് 213 കോടിന് മുകളിലോട്ട് പോവുകയാണ് നമ്മുടെ വാഴ 2 സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതും 19 ദിവസം കൊണ്ട്. എന്തായാലും 213 കോടിൻ്റെ മുകളിലോട്ട് പോവുകയാണ് വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ വാഴ 2 സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. എന്തായാലും പടം കണ്ടവരെന്തായാലും ഈ പറഞ്ഞ സിനിമകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. എന്തായാലും വാഴ 2 എന്ന സിനിമ നിലവിൽ തുടരും. അതുപോലെ തന്നെ എമ്പുരാന്, അതുപോലെ തന്നെ മഞ്ഞുവെയിൽ ബോയ്സ്, ലോക സിനിമയൊക്കെ ഫൈനൽ കളക്ഷൻ തകർക്കുമോ എന്ന് ചോദിച്ചിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സിനിമയ്ക്ക് ഒരു 250 കോടിനടുത്ത് വരെ പോകാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഞ്ഞുവെയിൽ ബോയ്സ്, അതുപോലെ തന്നെ നമ്മുടെ തുടരും സിനിമേൻ്റെ ഒക്കെ ഫൈനൽ കളക്ഷൻ തകർക്കാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. ഈവൻ കേരള ബോക്സ് ഓഫീസിലാണെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് നിലവിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ സിനിമ ലോക സിനിമേൻ്റെ കളക്ഷൻ മറികടക്കുന്നതായിരിക്കും. അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് പോകുന്നതാണ്. പക്ഷേ ആ ഒരു ഓൾ ടൈം ഹൈസ്റ്റ് ഗ്രോസിംഗ് ആയ ലോക സിനിമേൻ്റെ 304 കോടി തകർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം തന്നെയാണ്. അത്രയും വലിയൊരു ഹൈ പൊട്ടൻഷ്യൽ സിനിമയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറവാണ്. കാരണം നിലവിലെ സിനിമ ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ 3 ആഴ്ച കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 4ാമത്തെ ആഴ്ചയിലോട്ട് പോവുകയാണ്. നമുക്കറിയാം 4ാമത്തെ ആഴ്ച ആകുമ്പോൾ സിനിമ കളക്ഷൻ പതുക്കെ കുറഞ്ഞു വരുമെന്ന്. എന്തായാലും തെലുങ്ക് റിലീസൊക്കെ വരുന്നുണ്ട്. ഇനി തമിഴ്നാട് റിലീസ് വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ ലോകേൻ്റെ ഒക്കെ കളക്ഷൻ തകർക്കാൻ ചാൻസ് ഉണ്ടോ. എന്തായാലും എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ 250 കോടി വരെ സിനിമ പോകാൻ നല്ലൊരു പൊട്ടൻഷ്യലുള്ള സിനിമ തന്നെയാണ് വാഴ 2 എന്ന് പറഞ്ഞ സിനിമ. കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്. ഇല്ലാതിരി കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ.